നമസ്കാരം. രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസ്, രാഹുൽ മണ്ഡലത്തിലെത്തി. സാധാരണ ഈ രാഹുൽ ഗാന്ധിയൊക്കെ വല്ലപ്പോഴും മണ്ഡലത്തിലെത്തുമ്പോൾ തിരക്ക് പിടിച്ച നേതാവാണല്ലോ. അദ്ദേഹം വല്ലപ്പോഴൊക്കെ മണ്ഡലത്തിലെത്തുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് വരാറുണ്ട്. രാഹുൽ മണ്ഡലത്തിലെത്തി. അപ്പോൾ ആദ്യം വിചാരിച്ച് രാഹുൽ ഗാന്ധി ആയിരിക്കും. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി, മണ്ഡലം എന്നുള്ള പാലക്കാട് നമ്മുടെ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്തിയിരിക്കുക. പാലക്കാട് MLA ആണല്ലോ അദ്ദേഹം. അജ്ഞാതവാസത്തിന് ശേഷം പാരസെറ്റമോളും സിട്രസിനും ഒക്കെ കഴിച്ച് വിശ്രമത്തിലായിരുന്നല്ലോ. പോരാത്ത രാത്രി കാവൽ കിടക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരും. എന്തൊരു നല്ല ജീവിതമാണ്. ഏതായാലും അദ്ദേഹം മണ്ഡലത്തിലെത്തിയിരിക്കുക. നേരത്തെ നിയമസഭയിലും അദ്ദേഹം ഇതുപോലൊരു വരവ് വന്നതാണ്. യുദ്ധം ജയിച്ചത് രാജകുമാരൻ വരുന്നു എന്ന മട്ടിലാണ് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കെട്ടിപ്പിടുത്തം, ബഹളം എല്ലാം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ കണ്ണുകളിൽ തിളക്കമാണ്. ബാഹുബലിയെ കണ്ട കട്ടപ്പയെ പോലെ ആ കണ്ണുകളിലെ തിളക്കം. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കിരീട സിനിമയിൽ കിരിക്കാടൻ ജോസിനെ തല്ലി തകർത്തിട്ട് പിറ്റേന്ന് സേതുമാധവൻ ചന്തയിലൊക്കെ ഒരു വരവുണ്ട്. അപ്പോൾ സേതുക്കാന്ന് പറഞ്ഞ് ഹൈദ്രോസ് ഒരു വരവുണ്ട്. കൊച്ചിങ്ങന്നയുടെ ഹൈദ്രോസ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ നെഞ്ചും പിരിച്ച് സേതുമാധവൻ്റെ പുറകെ ഒരു നടപ്പുണ്ട്. ധൈര്യമുള്ള തുറ ഇതൊക്കെ പറഞ്ഞു. ഏതാണ്ട് അതുപോലെ KSUവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, എൻ്റെ അണ്ണൻ്റെ വണ്ടി ഞാൻ തന്നെ ഓടിക്കുമെന്നാണ് പുള്ളിയുടെ വാശി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാരഥിയായി KSU ജില്ലാ പ്രസിഡന്റ് മാറുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. MLA ഹോസ്റ്റലിനകത്തൂടെയും നമുക്ക് നിയമസഭയിലെത്താം. അങ്ങനെ ഒരു വഴി ഉണ്ടായിരിക്കെ മാധ്യമങ്ങളെ മൊത്തം വിളിച്ചറിയിച്ച് നിയമസഭയുടെ പ്രധാന കവാടത്തിന് പുറത്തൂടെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നത് നമ്മൾ ഓർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വന്നിട്ടില്ല. വരുമായിരിക്കാം, പ്രതീക്ഷിക്കാം. ഇതിലത് ഏറ്റവും ഒരു സംഭവം എന്ന് പറയാനേ, കോൺഗ്രസ് പറയുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കിയതാണല്ലോ. പുറത്താക്കിയ ഒരു നേതാവ് എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്ന ന്യായം. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അദ്ദേഹം മണ്ഡലത്തിലെത്തിയാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. നിയമസഭയിൽ എത്തണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതേപോലെ മണ്ഡലത്തിൽ എത്തണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം. ഏത് നൈസായിട്ട് കൈഴി മാറി നിന്നാൽ മതിയല്ലോ, വേറെ ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. പക്ഷേ സ്വീകരിക്കുന്നതും കൊണ്ടു നടക്കുന്നതെല്ലാം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും മണ്ഡലത്തിലെത്തിയ മാങ്കൂട്ടം കുറച്ച് പരിചയക്കാരെയൊക്കെ പോയി കണ്ടു, ചിലരുടെ വീടുകളിൽ പോയി കണ്ടു, ചിലർ വഴിയിലൊക്കെ വെച്ച് കണ്ടു. കണ്ടവരെയൊക്കെ തൊഴുതു. അദ്ദേഹം തൊഴുതു എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കരുത് എന്നില്ല, നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ചേക്കലൊക്കെ കൊടുത്ത് അദ്ദേഹം പിന്നെ ഒരു മരണ വീട്ടിൽ പോയി. അവിടുത്തെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് പൗലോസിൻ്റെ വീട്ടിലേക്ക് ചെന്നു. മരണ വീടാണല്ലോ, അനുശോചനം അറിയിക്കാൻ അദ്ദേഹം അവിടെ ചെല്ലുന്നു. അപ്പോൾ അതാ ബെന്നി ബെഹനാൻ അവിടെ ഇരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ബെന്നി ബെഹനാനെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. ബെന്നി ബെഹനാനും തിരിച്ച് കെട്ടിപ്പിടിക്കുന്നു. ചാനൽ ക്യാമറകളെല്ലാം ഉണ്ട്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ബെന്നി ബെഹനാൻ ഭഗവാൻ ഇവന് സസ്പെൻഡ് ചെയ്തതാണെന്തോ, കെട്ടിപ്പിടിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സസ്പെൻഡ് ചെയ്ത ആളാണ്. DCC പ്രസിഡന്റ് തങ്കപ്പനാവട്ടെ, നീ പൊന്നപ്പണണ്ട എന്ന മട്ടിൽ രാഹുലിന് സെക്കൻഡ് കൊടുക്കുക. കൈ വിടുന്നില്ല. ഇതിങ്ങനെ ഭയങ്കര ടൈറ്റിൽ പിടിച്ചൊക്കെയാണ്. എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ബെന്നി ബെഹനാൻ്റെ കെട്ടിപ്പിടുത്തം കാണുമ്പോൾ ചില സിനിമയിലെ 1-2 ഡയലോഗ് പറഞ്ഞുതരാം. ഇവിടെ ഫിറ്റ് ചെയ്യാൻ ആപ്റ്റായിരിക്കും. അതായത്, വന്നു വല്ലേ തെമ്മാഴി, അതൊന്ന്. പിന്നെ ഒന്ന്, ഹമ്പട കേമ സണ്ണിക്കുട്ട എന്ന് തിലകൻ മോഹൻലാലിനോട് പറഞ്ഞ അതേ ഡയലോഗില്ല. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയ മോഹൻലാലിന് പോലും ഇതുപോലൊരു സ്വീകരണം കിട്ടിക്കാണുമോ എന്ന് സംശയമാണ്. അതുപോലെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയാണ്. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് കാണും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഈ കാഴ്ച പാലക്കാടുകാർക്ക് പതിവാകും. ആരോപണ ശരങ്ങളേറ്റ് മുറിയിൽ ഇരുട്ടത്ത് കിടന്നിരുന്ന അവരുടെ MLA അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. MLA സ്ഥിരമായി പാലക്കാടുണ്ടാവും. പാലക്കാട് നിന്ന് MLA നിയമസഭയിലേക്കും സ്ഥിരമായി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയിലേക്ക് തിരിച്ചെത്തും, അവിടെയും സ്ഥിരമാകും. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് മാങ്കൂട്ടത്തിന് അറിയാം. ഏതായാലും അതിലേക്കുള്ളൊരു സോഫ്റ്റ് ലോഞ്ചായിട്ട് ഈ പാലക്കാട് വരവിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങൾ നേതാക്കൾ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനം, ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത തീരുമാനം എന്നൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ കാഴ്ചയെ
എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നാണ്. പ്രതിരോധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്, എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഈ നടപടിയിൽ MLA സ്ഥാനം രാജിവെപ്പിക്കാതിരുന്നത് അതിനുള്ളൊരു സൗകര്യമാണല്ലോ, ഇങ്ങനെ പറഞ്ഞു ഒഴിയാനുള്ള ഒരു സൗകര്യമാണ്. അതൊക്കെ ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. മനസ്സിലായല്ലോ, വ്യക്തമാണല്ലോ കാര്യങ്ങൾ. ഇന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ അവിടെ അരങ്ങേറി. BJPക്കാർ ചൂലുമായി നിരത്തിലിറങ്ങിയപ്പോൾ DYFIയുടെ വകയും ഉണ്ടായിരുന്നു പ്രതിഷേധം. അതായത് MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്, സൂക്ഷിക്കണം എന്ന മറ്റുള്ള മൈക്ക് അനൗൺസ്മെന്റുമായിട്ടാണ് അവർ തെരുവിലിറങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസന സമേതം DYFI അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ തോർത്തിവെച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിൽ 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. ഏതായാലും പ്രതിഷേധങ്ങളൊന്നും അതിൽ കടന്നില്ല, തടയാൻ ആരും മുതിർന്നില്ല. MLA കയ്യേറ്റം ചെയ്യാമെന്ന് ആരും കരുതിയതുമില്ല. ഇനി MLA എങ്കിലും ആരെങ്കിലും എന്നെ ഒന്ന് കയ്യേറ്റം ചെയ്യണം എന്ന് കരുതിയിരുന്നു എന്നറിയില്ല. എന്തായാലും അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും പാലക്കാട് ഉണ്ടായില്ല എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിയമസഭയിൽ വരും, നിയമസഭയിൽ നിന്ന് പാർട്ടിയിലേക്ക് വരും. പാർട്ടിയിൽ വന്ന് അദ്ദേഹം സജീവമാകുമ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളത് എല്ലാവരും മറക്കും. അദ്ദേഹം പാർട്ടിയിൽ സജീവമാകും. എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് പറയാത്തതുകൊണ്ട് തിരിച്ചു വരവും വളരെ എളുപ്പമാകും എന്നാണ് പറഞ്ഞത്. എന്നുമുതൽ അദ്ദേഹം പാർട്ടിയിൽ സജീവമാകുന്നു, അന്നു മുതൽ സസ്പെൻഷൻ അവസാനിച്ചു എന്ന് കരുതിയാൽ മതി എന്നും നേതാക്കൾ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും കാര്യങ്ങളെല്ലാം വീണ്ടും പഴവടിയാകുമെന്ന വിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും ആ ചോദ്യം അവിടെ അവശേഷിക്കുക, എന്നാലും ആ ഓഡിയോയുടെ ശബ്ദം ആരുടേതാവും? അതിന് കാലം ഉത്തരം തരുമായിരിക്കും. കാണാം.